പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ തുത്ല അലൈഹിം ആയാതുനാ ബയ്യിനാത്തിൻ. നമ്മുടെ സ്പഷ്ടമായ തെളിവുകൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കപ്പെടുമ്പോൾ നമ്മെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാത്തവർ പറയും, നീ ഇതല്ലാത്തൊരു ഖുർആൻ കൊണ്ടുവരികയോ ഇതിൽ ഭേദഗതി വരുത്തുകയോ ചെയ്യുക. നബിയെ പറയുക, എൻ്റെ സ്വന്തം വകയായി ഇത് ഭേദഗതി ചെയ്യുവാൻ എനിക്ക് പാടുള്ളതല്ല. എനിക്ക് ബോധം നൽകപ്പെടുന്നതിനെ പിൻപറ്റുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. തീർച്ചയായും എൻ്റെ രക്ഷിതാവിനെ ഞാൻ ധിക്കരിക്കുന്ന പക്ഷം ഭയങ്കരമായ ഒരു ദിവസത്തെ ശിക്ഷ ഞാൻ പേടിക്കുന്നു. അപ്പോൾ ഈ തെളിവുകളൊക്കെ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ അവർ പറയും, പലർത്ത് വിശ്വാസമില്ലാത്തവർ പറയും, നീ ഇതല്ലാത്ത വേറെ ഖുർആൻ ഉണ്ട്. കാരണം ഖുർആനിൽ പല സത്യങ്ങളും പറയുന്നുണ്ട്. ശരി, നിഷ്കളങ്കമായിട്ട് എല്ലാം തുറന്നടിച്ചു പറയും. ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം, കോട്ടയത്തോ ഏത് ജില്ലയിലും എനിക്കറിയില്ല, ഒരു വ്യക്തി എന്ത് ചെയ്തു, തൻ്റെ ചുമരിന് മുകളിൽ ഒരു ബൈബിൾ വചനം എഴുതി വെച്ചു. അതിലെഴുതിച്ചാൽ വിഗ്രഹാരാധകർ, കള്ളസാക്ഷ്യം പറയുന്ന വ്യഭിചാരികൾ, ഇവരൊക്കെ സ്വർഗരാജ്യത്തിൽ കിടക്കില്ല എന്നൊരു വാക്യമാണ്, എനിക്ക് ഓർമ്മയില്ല, ഒരു വാക്യമാണ്. അതിൽ വിഗ്രഹാരാധകർ എന്നുള്ളത് ശരിക്കും അദ്ദേഹം എഴുതിയത് പല ക്രിസ്ത്യാനികൾ പല വിഭാഗമുണ്ടല്ലോ, റോമൻ കത്തോലിക്ക, മറ്റേ ക്രിസ്ത്യൻ കത്തോലിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരുകൾ പല വിഭാഗങ്ങളായിട്ട് ചില കൂട്ടർ എന്ത് ചെയ്യുന്നില്ല, യാതൊരു വിഗ്രഹത്തെയും ആരാധിക്കുന്നില്ല. കുരിശ് അവരുടെ പള്ളിയിൽ കുരിശൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. യേശുവിൻ്റെ രൂപം ഉണ്ടാവില്ല. കുരിശൊന്നും ആരാധിക്കില്ല എന്ന് തോന്നുന്നു കൂട്ടർ. പള്ളിയിൽ ഒന്നും ഒരു വിഗ്രഹം ഉണ്ടാവില്ല. അങ്ങനെ കൂട്ടരുണ്ട്. അവർ കാത്തോലിക് സിറിയൻ ചർച്ച് തെറ്റാന്ന് തോന്നുന്നു, കാത്തോലിക് വിഭാഗത്താന്ന് തോന്നുന്നവർ. അപ്പം അങ്ങനെയാണ്. അപ്പം ഇവരെ എഴുതിച്ചിരിക്കും അതിൽ വിഗ്രഹാരാധകർ എന്നുള്ള പേര്. അപ്പോൾ അവർക്ക് കിട്ടുന്ന താല്പര്യമുള്ള വാക്കുകളാണ് എഴുതി വെക്കുക. അപ്പോൾ സുന്നികളിപ്പം ഖുർആൻ വചനങ്ങൾ എഴുതി വെക്കുമ്പോൾ ഇയ്യാക്കന സ്തുതിയുള്ള വാക്യം ഒരിക്കലും അവർ എഴുതി വെക്കില്ല. കാരണം അത് അവർക്ക് നേരെ ബൂമറാങ് പോലെ തിരിച്ചടിക്കുമെന്ന് അറിയാം. പിന്നെ അതുപോലെ തന്നെ മുജാഹിദുകൾ പ്രവാചകം എഴുതി വെക്കുകയാണെങ്കിൽ, പിന്നെ മൂസാ നബി പിന്നെ ഇത് വാങ്ങാൻ പോയപ്പോൾ, ഫലകങ്ങൾ വാങ്ങാൻ പോയപ്പോൾ എന്ത് ചെയ്തു, സാമിരി പേപ്പിച്ച് കളഞ്ഞല്ലോ. അപ്പോൾ മൂസാ നബിയുടെ സഹോദരൻ എന്ത് പറയുന്നുണ്ട്, തിരിച്ചു വരുമ്പോൾ ഈ ഹാറൂൻ്റെ തലയും മുടിയും പിടിച്ചു വലിച്ചപ്പം എൻ്റെ മാതാവിൻ്റെ മകനെ നീ എന്നെ ഉപദ്രവിക്കരുത്, നിനക്ക് ശേഷം എൻ്റെ സമുദായത്തെ ഞാൻ ഭിന്നിപ്പിച്ചു കളഞ്ഞു എന്ന നീ ആക്ഷേപിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു എന്നാണ്. ശരി, രണ്ട് വിഭാഗമായിട്ട് മാറേണ്ട പ്രശ്നം അവിടെ ഉണ്ടായി. ഒരു കൂട്ടർ വിഗ്രഹത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞു, ഒരു കൂട്ടർ വേണ്ടാന്നും പറഞ്ഞു. അപ്പോൾ രണ്ട് വിഭാഗമായിട്ട് ആളെ ഈ ഭിന്നിപ്പിച്ച് കളഞ്ഞു. ഞാൻ പോയപ്പോൾ തന്നെ എന്നെ രണ്ട് വിഭാഗമായിട്ട് ജനങ്ങൾ ഭിന്നിപ്പിച്ച് കളഞ്ഞു. അത് ഭയപ്പെട്ട് ഞാൻ എന്ത് ചെയ്തു, സാമരി വിഗ്രഹം ഉണ്ടായിരിക്കപ്പോൾ ഞാൻ തടഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനക്കാർ എന്ത് ചെയ്തു, ഒരു പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കിയല്ലോ. സുന്നിയ പ്രസ്ഥാനം ആദ്യമായിട്ട് പ്രസ്ഥാനം ഉണ്ടാക്കുന്നത് മുജാഹിദുകളാണ്. ഇവിടെ കേരളക്കരയിൽ കേരള നജൂത്തുൽ മുജാഹിദീൻ എന്ന പേരുള്ള പ്രസ്ഥാനം ആദ്യമായി ഉണ്ടാക്കുന്നത്. കാരണം സുന്നികൾ പല ശിർക്കുകൾ ചെയ്തപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ കൽപ്പന. നമ്മൾ ഇസ്ലാമിനെ ആ പ്രസ്ഥാനത്തെ നന്നാക്കിയെടുക്കുക, അല്ലാതെ ഭിന്നിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു വാക്യവും പിന്നെ മുജാഹിദുകൾക്ക് എഴുതി വെക്കാൻ പ്രയാസമാകും. ജമാ ഇസ്ലാമിക്ക് ഈ ഖുർആനിൽ ഏത് വചനങ്ങളും എഴുതി വെക്കാം. ഈ ഖാദിയാനികൾക്കോ ഈസാ നബിയെ ബന്ധപ്പെട്ട വാക്യങ്ങൾ അവർക്ക് എഴുതി വെക്കാൻ പ്രയാസമാണ് അവർക്ക്. കാരണം അവർ എൻ്റെ പ്രവാചകനാണ് എന്നുള്ള വാക്യങ്ങളൊന്നും അവർ എഴുതി വെക്കില്ല. കാരണം അവരുടെ അവസാന പ്രവാചകൻ മിർസാ ഗുലാമാണല്ലോ. ലാഹോറിലൊക്കെ ജനിച്ച് മരിച്ചു പോയ ഒരു മിർസാ ഗുലാമുള്ള വ്യക്തിയാണ് അവരുടെ അന്ത്യപ്രവാചകൻ. അപ്പോൾ അവർക്കും ചില വാചകങ്ങളും ഖുർആൻ വാചകങ്ങൾ എഴുതി വെക്കാൻ പ്രയാസമുണ്ട്. അപ്പം ഖുർആൻ എല്ലാ വാചകങ്ങളും ധൈര്യസമരം എഴുതി വെക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിക പ്രസ്ഥാനമാണ്.
പിന്നെ അള്ളാഹു അല്ലാത്ത മറ്റൊരു വിധിയാണ് നിങ്ങൾ തേടുന്നത് എന്നുള്ള വാക്യം ജമാഅത്ത് ഇസ്ലാമിക്ക് അന്തസ്സായിട്ട് എഴുതി വെക്കാം. അവർ തുടക്കത്തിൽ പറഞ്ഞതാണ് ജനാധിപത്യത്തിൽ സഹകരിക്കരുതെന്ന് തുടക്കത്തിൽ പറഞ്ഞ, പിന്നീട് ഒരു വെള്ളം ചേർത്തത് കുഴപ്പമല്ല, പ്രസ്ഥാനത്തിന് കുഴപ്പമല്ല, അത് ശേഷം വന്ന അണികളുടെ കുഴപ്പമാണ്. അപ്പം ഖുർആനിൽ പറഞ്ഞ മുഴുവൻ വാക്യങ്ങളും അന്തസ്സായിട്ട് എഴുതി വെക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാം. അതുപോലെ തന്നെ അദ്ദേഹം ആ ഒരു വീടിൻ്റെ ഉടമസ്ഥൻ എഴുതി വെച്ചു, കള്ളസാക്ഷ്യം പടുന്ന വിഗ്രഹാരാധകർ, വ്യഭിചാരികൾ, കള്ളന്മാർ, ഇവരൊന്നും സ്വർഗരാജ്യത്തിൽ കടക്കില്ല. അതൊരു വാക്യം, അത് ശരിക്കും ഓർമ്മയില്ല വാക്യം എന്താണെന്നുള്ളത്. അപ്പോൾ അത് ഒരിക്കൽ എഴുതി വെച്ചത് മറ്റ് ക്രിസ്ത്യൻ സംഘടനകൾക്കെതിരെയാണ് എഴുതി വെച്ചത്. പക്ഷേ ആ ക്രിസ്ത്യൻ സംഘടനകൾ എന്ത് ചെയ്തു? അവരുടെ BJP നേതാവിനെ കണ്ട്, എല്ലാവർക്കും ഒരു രഹസ്യ ബന്ധങ്ങളൊക്കെ ഉണ്ടാവില്ല, പരിചയക്കാരൊക്കെ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ക്രിസ്ത്യാനികളാണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളോട് മാത്രമല്ലല്ലോ ബന്ധമുണ്ടാവുക. പല ക്രിസ്ത്യാനികൾക്കും ആ പ്രദേശത്തെ വാർഡ് മെമ്പറുമായിട്ടും അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളൊക്കെ ബന്ധമാണ്. ആ സുഹൃത്തിനെ കുത്തിച്ചെലുത്തി പറഞ്ഞ് ഇളക്കി വിട്ടു. അങ്ങനെ BJP പ്രവർത്തകർ വന്നിട്ട് എന്ത് ചെയ്തു? ആ വിഗ്രഹാരാധിക എന്നുള്ള അത് മായ്ച്ചു കളഞ്ഞു. ആ മായ്ച്ചു കളഞ്ഞ വീഡിയോ സോഷ്യൽ മീഡിയയിലുണ്ട്. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തി വന്നിട്ട് പോലീസിൻ്റെ നേതൃത്വത്തിൽ ഒരു ആളെ വിളിച്ചിട്ട്, BJP നേതാക്കളാണ് പ്രക്ഷോഭം ഉണ്ടാക്കിയത്. പക്ഷേ അതിൻ്റെ പിന്നിൽ കളിച്ചത് മറ്റ് ക്രിസ്ത്യാനിസ്, പിന്നെ കുരിശിനെയും യേശുവിനെയും മറിയാമിനെയും പിന്നെ ജോസഫ് ഉണ്ണാളിനെയൊക്കെ ആരാധിക്കുന്ന അവരുടെ വിഗ്രഹങ്ങൾ പള്ളിയിൽ വെച്ച ആ ക്രിസ്ത്യൻ വിഭാഗങ്ങളാണ് അതിനെ പിന്നെ ചുക്കാൻ പിടിച്ചത്. ക്രിസ്ത്യാനികൾ പണ്ടേ ഇങ്ങനെ ഈ ഗൂഢാലോചനകളൊക്കെ പ്രസിദ്ധരാണല്ലോ. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ബ്രിട്ടീഷുകാരുമായിട്ട് സഹകരിച്ചു കൊടുത്തത് ഈ ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ഒരുപാട് പള്ളികളും ചർച്ചുകളും സ്ഥലങ്ങളും സെമിത്തേരികളൊക്കെ ധാരാളമുള്ള പല സ്ഥാപനങ്ങളും പല തലപ്പത്തും ഇരിക്കുന്നത് പല സുപ്രീം കോടതി ജഡ്ജിമാരും അവരും ഇതൊക്കെ അധികം ക്രിസ്ത്യൻ ആൾക്കാരാണ് അധികം. അതുപോലെ ക്രിസ്ത്യാനികൾക്ക് ബ്രിട്ടീഷുകാർക്ക് സഹായം ചെയ്തു കൊടുത്തിട്ടും മോശം വാക്കിൽ പറഞ്ഞ ചരച്ചു കൊടുത്തിട്ടും ഷൂ നക്കി കൊടുത്തിട്ടും ഒക്കെ കിട്ടിയതെന്നൊക്കെ പാടുന്നു സോഷ്യൽ മീഡിയയിൽ. മാതല്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ഗൂഢാലോചനയൊക്കെ പ്രസിദ്ധരാണ് ക്രിസ്ത്യാനികൾ. അവർക്ക് നേട്ടം കിട്ടുന്ന കാര്യത്തിന് വേണ്ടി അവർ എന്തും ചെയ്യും. മണിപ്പൂരിലത്തെ വിഷയം നമുക്കറിയാമല്ലോ. മണിപ്പൂരിലത്തെ വിഷയത്തിലൊക്കെ അവർ പിന്നെ അവർക്ക് നേട്ടം കിട്ടുന്നതിന് വേണ്ടി അവരെന്തും ചെയ്യും. BJPയുമായിട്ടൊക്കെ രഹസ്യബന്ധമുണ്ട്. പിന്നെ പല പ്രശ്നം കണ്ടില്ലെന്ന് നടിക്കും. അതിനൊക്കെ നേട്ടം കിട്ടണം. അതിനു വേണ്ടി ഏതറ്റം വരെ പോകും. ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ ഈ ഖുറാനിൽ ഇതുപോലത്തെ പല സത്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ സംഭവത്തിൻ്റെ ചുവട്ടിൽ ഒരാൾ കമൻറ്റ് ചെയ്തിച്ചാൽ ബൈബിളിൽ ഇതുപോലെ പല വചനങ്ങളും എഴുതിയിട്ടുണ്ട്, അത് വീടിൻ്റെ ചുമരിൽ എഴുതി വെക്കാൻ പാടില്ല. അതൊരു വ്യക്തിയുടെ വീടിൻ്റെ ചുമരിലാണ് എഴുതി വെച്ചത്. ക്രിസ്ത്യൻ പള്ളിയുടെ ചുമരിൽ എഴുതി വെച്ചാൽ അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. വ്യക്തികൾ അങ്ങനെ എഴുതി വെച്ചാൽ പ്രശ്നം. ഞാനും പണ്ട് ഒരിക്കലും എനിക്കൊരു യുവത്വ കാലത്ത് നമുക്ക് പൊതുവെ ഒരു ആവേശം കൂടുതലാണ്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു? ഒരു ഖുർആൻ വചനം എഴുതി വെച്ചു. ഞാൻ എന്ത് ചെയ്തു? ഒരു പോസ്റ്റിൽ കെട്ടിത്തൂക്കി. പിറ്റേന്ന് എന്ത് ചെയ്ത് ആൾക്കാരൊക്കെ കീഴിട്ട് നിലത്തിട്ട് ചവിട്ടി. പിന്നെ ശേഷം എഴുതി വെച്ചില്ല. കാരണം ഖുർആൻ വചനം നിലത്ത് ചവിട്ടുന്നത് തെറ്റാണല്ലോ. പിന്നീട് എനിക്ക് തോന്നി ആ എഴുതി വെക്കുന്നതും തെറ്റാണ്. മനസ്സിലെ ബൗദ്ധ സമൂഹത്തിൽ നമ്മളിങ്ങനെ ഖുർആൻ വചനങ്ങൾ എല്ലായിടത്തും എഴുതി വെക്കാൻ നമുക്കൊരു പ്രശ്നമാണ്. നമ്മൾ പള്ളികളിലൊക്കെ എഴുതി വെക്കാം, പള്ളിയിൽ ഉള്ളിലൊക്കെ എഴുതി വെക്കാം, പള്ളിയുടെ ചുമരിലും എഴുതി വെക്കാം. കാരണം അത് വല്ല ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു പ്രദേശത്ത് പള്ളി വെച്ചാൽ 1-2 ഒക്കെ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ചുമരിൽ ഇതൊക്കെ അതിന് പരിധി ഉണ്ടല്ലോ. അതെല്ലാ വീടുകളിലും ഇങ്ങനെയൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് വായിക്കുമ്പോൾ പ്രശ്നമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് സ്ത്രീകളെ അധികാരം ഏൽപ്പിച്ചൊരു ജനതയും വിജയിച്ചിട്ടില്ല എന്നുള്ള വാക്കുകൾ നമ്മുടെ പ്രദേശത്തൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് പ്രയാസമാണ്. കാരണം നമ്മുടെ അധിക വാർഡ് മെമ്പർമാർ ഇപ്പോൾ സ്ത്രീകളാണല്ലോ. പാവാട ഗവൺമെൻറ് ആണല്ലോ, സ്ത്രീകളാണല്ലോ എല്ലാവരും വാർഡ് മെമ്പറൊക്കെ. കാരണം സ്ത്രീകൾക്ക് വോട്ട് കിട്ടും. പുരുഷന്മാരാകുമ്പോൾ എങ്ങനെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയൊക്കെ ഉണ്ടാവും. സ്ത്രീകളാകുമ്പം പിന്നെ സ്ത്രീകൾ മാത്രമേ വോട്ട് ചെയ്യാതിരിക്കുള്ളൂ. ഏതെങ്കിലും അവരുമായിട്ട് അസൂയ ഉള്ള സ്ത്രീകൾ മാത്രമേ ചിലപ്പോൾ വോട്ട് ചെയ്യും. ബാക്കി അധിക പേരും പുരുഷന്മാരൊക്കെ വോട്ട് ചെയ്യും. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ഷോപ്പിൽ പോയപ്പോൾ ഒരു സ്ത്രീയുടെ ഫോട്ടോ, ആ സ്ത്രീ എന്ത് ചെയ്തു? വിജയിച്ചപ്പോൾ കൊടുത്തൊരു ഫോട്ടോ ആണ്. അത് വീടിൻ്റെ ഉള്ളിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്.
അപ്പം എനിക്ക് ആ സ്ത്രീ ഒരു സൗന്ദര്യമുള്ള സ്ത്രീയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾക്ക് ഈ സ്ത്രീയെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി ഒട്ടിച്ചിട്ടതാണെന്ന് എനിക്ക് തോന്നി. അപ്പം സ്ത്രീകളോട് പൊതുവെ ഒരു ആകർഷണം ഉണ്ടാവില്ല പുരുഷന്മാർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് അധിക സ്ഥലത്തും സ്ത്രീകളെയാണ് ഈ വാർഡ് മെമ്പറായിട്ടൊക്കെ നിർത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ സ്ത്രീ അധികാരം ഏൽപ്പിച്ചു ജനതയും വിജയിക്കില്ല എന്ന് എഴുതി അവർക്ക് പ്രയാസം ഉണ്ടാവുകയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവർ ഒരു കമൻറ്റ് എഴുതി വെച്ചാൽ ഇങ്ങനെ ബൈബിളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പുറത്തേക്ക് പറയാൻ പാടില്ല, അത് വിശ്വാസികൾ വായിക്കേണ്ടതാണ് എന്നാണ്. അതുതന്നെയാണ് പണ്ട് സുന്നികളും പറഞ്ഞത്. എല്ലാവർക്കും നമ്മൾ പരിഭാഷപ്പെടുത്തി അങ്ങനെ കൊടുത്ത് വിവരം ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്ന് കരുതിയിട്ടേക്ക് ചില സുന്നി പണ്ഡിതന്മാരെ പരിഭാഷപ്പെടുത്തേണ്ടത് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ എന്തായാലും അത് പരിഭാഷപ്പെടുത്തും. കാലം പുരോഗതിക്കനുസരിച്ചിട്ട് എല്ലാ കാലം ഒരുപോലെ ആയിരിക്കില്ലല്ലോ. മനുഷ്യർ സത്യങ്ങൾ ചികഞ്ഞ് പരിശോധിക്കുന്ന ഒരു ത്വര മനുഷ്യരുണ്ട്. വിജ്ഞാനം അറിവ് നേടാനുള്ള ത്വര മനുഷ്യരുണ്ട്. പുതിയ വിജ്ഞാനത്തിൻ്റെ പുതിയ മേച്ചിപ്പുറം തേടാനുള്ള ഒരു ത്വര മനുഷ്യരുണ്ട്. അതെങ്ങനെയായാലും ഈ പരിഭാഷകളൊക്കെ എന്തായാലും വ്യാപകമാവും, യാതൊരു സംശയമില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന മറ്റൊരു നിരീശ്വരവാദികൾ കൈ കിട്ടിയ മറ്റൊരു വാക്യമാണ് എന്താണ്, ജുമാക്ക് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ബഹുദൈവ വിശ്വാസികൾ നീ തകർക്കണമേ, ബഹുദൈവ ആരാധകർ നീ തകർക്കണമേ, വിശ്വാസികളെ വിജയിപ്പിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥന, അറബിയിലുള്ള പ്രാർത്ഥന. അത് ഞാനൊക്കെ സ്ഥിരമായി പള്ളികളിൽ കേൾക്കാറുള്ളതാണ്, ജുമായിലൊക്കെ കുത്തുബയിൽ കേൾക്കാറുള്ളതാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം ഞാൻ അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ അടുത്ത കാലത്താണ് അർത്ഥം ഞാൻ അറിഞ്ഞത്. അപ്പം അത് കേൾക്കുന്ന ബഹുദൈവ വിശ്വാസികൾക്ക് ഒരു പ്രയാസം സൃഷ്ടിക്കും. പക്ഷെ ഇതൊക്കെ അവിടുത്തെ പുറത്ത് കിട്ടത് ഈ നിരീശ്വരവാദികളാണ്. ജാമിദയും ജബ്ബാറൊക്കെയാണ് അത് ആ സംഭവം പുറത്ത് കിട്ടുക. ഖുറാനിലുള്ള വാചകമെല്ലാമെന്ന് തോന്നുന്നത്. ഖുറാനിലുണ്ട് ബഹുദൈവ വിശ്വാസികളിൽ കണ്ടിടത്ത് വെച്ച് വെട്ടിക്കൊല്ലുക എന്നുള്ള വാക്ക് ഖുറാനിലുണ്ട്. അത് പിന്നെ പ്രവാചകൻ്റെ കാലത്ത് ഒരുപാട് ദ്രോഹങ്ങൾ അവർ ചെയ്തപ്പോൾ അള്ളാഹു പറഞ്ഞൊരു വാക്യമാണ്. അള്ളാഹു രാജാതിരാജനാണ്, അവരെന്തും പറയാം. അപ്പം അതുകൊണ്ട് പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലേക്ക് മാത്രമുള്ളൊരു വാക്യമായിരിക്കും. ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമുള്ളൊരു ഗ്രന്ഥമല്ല ഖുറാൻ, എന്നിരുന്നാലും ഒരു ഇതിലേക്കുള്ളതായിരിക്കുമെന്ന് കരുതാൻ നമുക്ക്. അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും പറഞ്ഞു വരുന്നത്. ഈ ഖുറാൻ വായിക്കാൻ പറയുന്നവരൊക്കെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇത് സത്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാ സത്യങ്ങളും, പല പ്രപഞ്ച സത്യങ്ങളും, ചെകുത്താനെ വിരളി പിടിക്കുന്ന പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ അവതരിപ്പിച്ചപ്പോൾ ശപിക്കപ്പെട്ട ഇബ്ലീസ് കരഞ്ഞത്. 3 സമയത്ത് അവൻ കരഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഒന്ന് ഫാത്തിഹ അവതരിപ്പിച്ചപ്പോഴും, ആദം നബിയെ സൃഷ്ടിച്ചപ്പോഴും, പ്രവാചകൻ ജനിച്ചപ്പോഴും ഒക്കെയാണ് തോന്നി, ശരിക്കും ഓർമ്മയില്ല. അതായത് ഫാത്തിഹ അവതരിപ്പിച്ചപ്പോൾ ശപിക്കപ്പെട്ടവൻ കരഞ്ഞിട്ടുണ്ട്. കാരണം അതിൽ ഉള്ള ഏതൊരു വാചകം അവൻ്റെ കുതന്ത്രങ്ങൾക്ക് തിരിച്ചടിയാണ്. ഒരാളിപ്പം ഇപ്പം നമ്മളെ പോറ്റിയാന്ന് കൂട്ട ശബരിമലയിൽ സ്വർണം കെട്ട ആ കേസിൽ അതിൽ പല ആൾക്കാരും പല കാര്യങ്ങളും പറഞ്ഞു. ഒരുത്തൻ പറഞ്ഞു ശബരിമല സ്വർണം ഇത് ശരിക്കുള്ള ചെമ്പ, ഇത് സ്വർണ്ണമല്ലാന്ന് തോന്നുന്നു, ചെമ്പാണെന്ന് തോന്നുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളൊന്ന് കുടുങ്ങും അല്ലേ. കാരണം അവൻ ചെയ്ത കാര്യം അവനറിയാം. മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ അവന് പ്രശ്നം ഉണ്ടാകും. ഇപ്പോൾ നെയ്യിൽ അരണുണ്ട്, മറ്റേതിലുണ്ട്, ഒന്നും നമുക്ക് പ്രശ്നമില്ല. കാരണം ഇതിൽ സ്വർണത്തിൽ ഈ വാതിൽപ്പള്ളിയിൽ പിന്നെ ചെമ്പാണ് തോന്നുന്നത്, എനിക്ക് തോന്നുന്നത് സ്വർണ്ണമല്ലല്ലോ എന്ന് ഈ വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന് വല്ലാതെ ഉൾക്കിടിലുമുണ്ടാവും. അതുപോലെ ശപിക്കപ്പെട്ട ചെകുത്താന് കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന തന്ത്രങ്ങൾക്ക് ശക്തമായ തിരിച്ചടി. അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നമായ കൊക്കക്കോളയുടെ ഒരു ഇതാന്ന് തോന്നുന്നത്, അവരുടെ ഫോർമുല ആർക്കും അറിയില്ല, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ആർക്കും അറിയില്ല. പക്ഷെ അതിലെ ചില കൂട്ടുകൾ, ചില കൂട്ടുകൾ അത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആകെ നിരാശരാകും. കൊക്കക്കോള കമ്പനി, കാരണം ഞങ്ങളെ കൂട്ടുകൾ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലത്തെ ശപിക്കപ്പെട്ട ബീസിൻ്റെ എന്തോ തന്ത്രങ്ങൾ, വിളിച്ചെത്ത് വരുന്ന ചില വാക്യങ്ങൾ ആ ഫാത്തിഹയിലുണ്ടാവും. അല്ലെങ്കിൽ ഇയ്യാക്കനെ ഇയ്യാക്കൻ, ഇന്നെ മാത്രം ഞാൻ സഹായിക്കും, എന്നോട് മാത്രം സഹായം തേടുന്നു എന്നുള്ള വാക്യം അല്ലേ. അള്ളാഹുലേക്ക് മനുഷ്യരെ അടുക്കാൻ പോകുന്നു. അള്ളാഹുലേക്ക് അടുത്ത മനുഷ്യരെ ഈ ശപിക്കപ്പെട്ട പിശാചൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പം
ആ വിഷമത്തിലാണോ ഇനി അർ-റഹ്മാൻ റഹീം എല്ലാ എന്ത് കാര്യം ചെയ്യുമ്പോഴും ബിസ്മി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിശാചിനൊന്നും അവന് പ്രവേശിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുള്ളത് കൊണ്ടാണോ? പിന്നെ നിൻ്റെ കോപത്തിന് ഇരയുടെ മാർഗത്തിലല്ല എന്ന് പറയുന്നില്ല. കോപത്തിന് വഴിപേഴ്ചയുടെ മാർഗത്തിൽ എന്ന് പറയുമ്പോൾ അത് ശപിക്കപ്പെട്ടവനാണല്ലോ കോപത്തിന് ഇരയായവർ. പിന്നെ വഴിപേഴ്ച പോയതിനൊക്കെ ശപിക്കപ്പെട്ട ഇബ്ലീസാണല്ലോ. അത് തനിക്ക് നേരെയുള്ള ബൂമറാങ്ങാണല്ലോ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടോ അറിയില്ല. അപ്പോൾ പോറ്റിയെ കയറ്റിയുള്ള പാട്ട് കേൾക്കുമ്പം സഖാക്കൾക്ക് ഭയങ്കര ദേഷ്യമാണല്ലോ. കാരണം തങ്ങൾക്ക് നേരെയുള്ള കൂരമ്പാണല്ലോ ആ പാട്ട്. അതുപോലെ തന്നെ ഈ ഫാത്തിയിൽ ഓരോ വാക്യങ്ങൾ ശപിക്കപ്പെട്ട ഇബ്ലീസിന് നേരെയുള്ള കൂരമ്പായിട്ട് കയറുന്നുണ്ടാവും. അതുകൊണ്ടാണ് അവൻ കരഞ്ഞതെന്ന് പറഞ്ഞു വരുന്നത്. ഇങ്ങനെ സത്യങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ശപിക്കപ്പെട്ട ഇബ്ലീസിന് ഇഷ്ടമല്ലല്ലോ സത്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് അവൻ്റെ അണികളെ പറഞ്ഞ് കുത്തിത്തിരിപ്പി ഉണ്ടാക്കിയിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. മനുഷ്യന് രക്തം സഞ്ചരിക്കുന്ന വഴികളിലൂടെയൊക്കെ ചെറുത്താൻ സഞ്ചരിക്കാൻ കഴിയില്ല. അപ്പോൾ അവൻ്റെ ആളുകളായ പല ആൾക്കാരും ഇവിടെ ഭൂമിയിലുണ്ട്. പല നേതാക്കന്മാരും പല പ്രമുഖരും പ്രമാണിമാരും ധനവാന്മാരൊക്കെ ഇവൻ്റെ ശിങ്കിടികളാണ്. അപ്പം ശിങ്കിടികളിൽ എന്ത് ചെയ്യും? ദുർബോധം നടത്തി പറയിപ്പിക്കും. ആ ഖുർആൻ എന്ന വചനം ഒഴിവാക്കണം, ഈ വചനങ്ങൾ മാറ്റണം, അത് മാറ്റണം അല്ലേ. പ്രവാചകൻ അടുക്കൽ വന്നിട്ടുണ്ടായിരുന്നു, നിനക്ക് ഏറ്റവും സൗന്ദര്യമുള്ള മക്കളെ ഏറ്റവും സൗന്ദര്യമുള്ള പെണ്ണിനെ കെട്ടിച്ചു തരാം, നിനക്ക് ഇട്ടുമൂടാനുള്ള സ്വർണം തരാം, നിനക്ക് ഏറ്റവും നല്ല സ്ഥാനം ഖുറൈശിൽ പ്രമുഖ സ്ഥാനം തരാം എന്നൊക്കെ പറഞ്ഞു. പ്രവാചകൻ കേട്ടില്ല. പ്രവാചകൻ പറഞ്ഞു, ഇടത്തെ കയ്യിൽ ചന്ദ്രനെയും വലത്തെ കയ്യിൽ സൂര്യൻ തന്നാൽ പോലും ഞാൻ ഈ ഉദ്യമത്തിൽ പിന്മാറില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു. അപ്പോൾ ഇവരെങ്ങനെ പണമൊക്കെ കൊടുക്കുന്നത് കൊണ്ടാണ് ഇവർ ചെയ്തു കൂട്ടുന്ന കള്ളത്തരങ്ങളൊക്കെ വെളിച്ചത്ത് വരികയാണെന്ന് തുടങ്ങി. പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ഒരു കളി ഉണ്ടായിരുന്നു. ഒരു ഇത്തിൽ എന്ത് ചെയ്യും? ഇത്തിൽ വെച്ച ശേഷം അതിൻ്റെ മുകളിൽ പൂയിടും. ഒരു ഇത്തിൽ നിലത്ത് വെച്ച ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് പൂയി ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ഊതുക. ആ പൂയിലേക്ക് അല്പൽപ്പം ഊതുക. അപ്പോൾ അല്പൽപ്പം ഊതുമ്പോൾ നമ്മൾ പൂയി അല്പൽപ്പം ഒഴിഞ്ഞു പോകും. അവസാനം ഇത്തിലിൻ്റെ വെള്ള നിറം കാണും. ആ ഇത്തിലിൻ്റെ വെള്ള നിറം ആദ്യം കാണുന്ന ആരാണോ അവന് തോറ്റു എന്നാണ്. അപ്പം നമ്മൾ പതുക്കെ ഊതുക. പിന്നെ അവസാനം പതുക്കെ ഊതുള്ളൂ. കാരണം അത് കണ്ടാൽ തോൽക്കും, അല്ലെങ്കിൽ അങ്ങനെയാണ്. അപ്പം അങ്ങനെ എടുക്കുമ്പോൾ അത് കാണും. നമ്മൾ എങ്ങനെ എത്ര ഊതിയാലും അവസാനം ചെറിയ ഊത്തെങ്കിലും കിട്ടുമല്ലോ. എത്ര നമ്മൾ പതുക്കെ ഊതി കഴിഞ്ഞാലും പിന്നീട് നമുക്ക് ഏതെങ്കിലും ഒരുത്തന്നെ ആ ഊത്ത് വരുമല്ലോ. അപ്പോൾ അത് കാണും ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെയാണിത്. ഈ അറിവ് വിജ്ഞാനം എന്ന് പറയുന്നത് അതെങ്ങനെയായാലും മനുഷ്യന്മാരെ കണ്ടെത്തും. ശപിക്കപ്പെട്ട ഇബ്ലീസ് എന്ത് ഇത് ഒളിപ്പിച്ചു വെച്ചാലും മനുഷ്യന്മാർക്ക് പൊതുവെ പുതിയ അറിവുകൾ തേടാനുള്ളൊരു ത്വരയാണ്. ഒരാളിപ്പോൾ ഒരാൾ വീട്ടിലിപ്പോൾ മരിച്ച് കിടന്ന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് നെഞ്ഞത്ത് കൈ വെച്ച് മരിച്ച് കിടക്കുകയാണെങ്കിൽ പോലും നമ്മളെന്താ പറയുക? ഇതിലാരോ കൊന്നിട്ടുണ്ടാവും കേട്ടോ എന്നായിരിക്കും പറയും അല്ലേ. എന്തോ ഇല്ല. പിന്നെ ചിക്കിച്ചികഞ്ഞ് അന്വേഷിക്കുന്ന ത്വര മനുഷ്യനുണ്ട്. ഇപ്പോൾ സത്യമായ എന്ത് കാര്യം, ഇപ്പം കൊറോണ വാക്സിൻ ഇപ്പോൾ തട്ടിപ്പാണെന്ന് പറഞ്ഞാലും പിന്നീട് അതിൻ്റെ പിന്നിൽ നമ്മളിപ്പോൾ കൊറോണ വാക്സിൻ ഇപ്പോൾ അലോപ്പതിക്കാരാണെന്ന് പറഞ്ഞാലും പിന്നെയും പറയും അലോപ്പതിക്കാരുടെ പിന്നിൽ വേറെ ആരും ഉണ്ടാവും അല്ലേ. അങ്ങനെയും പറയും. ഇപ്പോൾ ഒരാളെ കൊന്നൊരു കൊലപാതകം കിട്ടി, കൊലപാതകം സമ്മതം ചെയ്യാനാണ് കൊന്നത് പറഞ്ഞാലും പിന്നെ ആൾക്കാർക്ക് പിന്നെ ഒരു സംശയം, ഇയാളെ ആയിരിക്കില്ല, ഇയാളെ പിന്നിൽ വേറെ ആളുണ്ടാവും എന്ന് പറയും. അപ്പം അതുപോലെ പുതിയ അറിവുകൾ തേടാനൊക്കെ മനുഷ്യന് ത്വരയാണ്. അപ്പോൾ അങ്ങനെ അറിവുകൾ നേടി വരുമ്പോൾ ശപിക്കപ്പെട്ട ഇബ്ലീസിനെ മനുഷ്യർ കണ്ടെത്തും. ആ ശപിക്കപ്പെട്ടവന് എൻ്റെ കുതന്ത്രങ്ങളെപ്പറ്റി ബോധവാനാവുകയും അങ്ങനെ ശപിക്കപ്പെട്ടവനെ ഭൂമിയിൽ നിന്നില്ലാതെ ചെയ്യാൻ ജനങ്ങൾ ഒന്നടക്കം ശ്രമിക്കുകയും ചെയ്യണമേ തമ്പുരാന്. അതിൻ്റെ സഹായവും നല്ലവരായ മനുഷ്യർക്ക് നീ നൽകണം തമ്പുരാന്. ആമേൻ.